ഹായ് 2026 നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന്റെ മൾട്ടിപ്പിൾ ടൈംസ് റിട്ടേൺ തരാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ, അതായത് മൾട്ടിബാഗർ പൊട്ടൻഷ്യൽ ഉള്ള കുറച്ച് കമ്പനികളെ പറ്റി സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. ഏകദേശം ഒരു 12ഓളം കമ്പനികളെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ 6 നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യാം. ബാക്കി 6 നമുക്ക് നാളെ മറ്റന്നാളായിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്മോൾ ക്യാപ് കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസ്ക് ഉള്ള കമ്പനികളാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഈ കമ്പനികൾക്ക് നല്ല പൊട്ടൻഷ്യലും ഉണ്ട്. ചെറിയ കമ്പനികളായതുകൊണ്ട് തന്നെ ഇവർ ഹൈ ഗ്രോത്ത് കാണിക്കുന്ന കമ്പനികളാണ്. സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, അതേപോലെ ഫ്യൂച്ചറിലേക്ക് നല്ല എക്സ്പാൻഷൻ പ്ലാൻസ് ഉള്ള അങ്ങനത്തെ കമ്പനികളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന 6 കമ്പനികൾ നമ്മൾ ഓൾറെഡി ബിസിനസ് അനാലിസിസ് ചെയ്താണ് കമ്പനികളിൽ. അതുകൊണ്ടാണ് അതിന്റെ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ബാക്കിയുള്ള 6 നമ്മൾ ഇതുവരെ ബിസിനസ് അനാലിസിസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കമ്പനികളൊന്നും ഉറപ്പായിട്ട് നാളെ മൾട്ടിബാഗർ റിട്ടേൺ തരുമെന്നല്ല നമ്മൾ പറയുന്നത്. ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ട്രാക്ക് ചെയ്യണം. ഇവരെന്താണ് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഹൈ റിസ്ക് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നെഗറ്റീവോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനേജ്മെന്റ് കമന്ററിയിൽ എന്തെങ്കിലും ഈ സെയിൽസ് ഗ്രോത്തോ അല്ലെങ്കിൽ കാര്യങ്ങളോ പറഞ്ഞ പോലെ പെർഫോം ചെയ്യുന്നില്ല എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1, 2, 3 ദിവസം കൊണ്ട് തന്നെ 30-40% നമുക്ക് ലോസ് വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇതിനെ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് ഈ വീഡിയോ എടുക്കരുത്. പകരം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈ കമ്പനികളെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഈ കമ്പനികൾ നമ്മളോട് ബിസിനസ് അനാലിസിസ് ചെയ്തുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വരുന്ന റിസൾട്ട് സമയത്തോ അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ പരമാവധി ഇവിടെ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഞാൻ ഈ സ്റ്റോക്കിൽ ബൈ ചെയ്യുന്നുണ്ടോ സെൽ ചെയ്യുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് അതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റോക്കിനെ സ്റ്റഡി ചെയ്യുക. നമുക്ക് എന്തായാലും കമ്പനികളിലേക്ക് കിടക്കാം. ആദ്യം പറയാൻ പോകുന്നത് മനോരമ ഇൻഡസ്ട്രീസ് ആണ്. നമ്മളിവിടെ ആദ്യം ബിസിനസ് അനാലിസിസ് ചെയ്ത കമ്പനികളിലൊന്നാണ് മനോരമ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. കോക്കോ ബട്ടർ ഇക്വാലന്റ് ആണ് അവർ മേക്ക് ചെയ്യുന്നത്. അതായത് ഒരു FMCG കമ്പനിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സെക്ടറിൽ തന്നെ ലീഡിംഗ് പ്ലെയർ, അതായത് അവർക്ക് മോണോപ്പൊളി ആണെന്ന് വേണമെങ്കിൽ പറയാം. എക്സ്പോർട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണലി തന്നെ മേജർ ബ്രാൻഡ്സുമായിട്ടെല്ലാം ടൈപ്പുള്ള കമ്പനിയാണ്. നല്ല രീതിയിൽ ക്യാപെക്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനോരമയുടെ ബിസിനസ് അനാലിസിസ് കാണാത്തവർ കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങളതായിട്ടുള്ള സ്റ്റഡി ചെയ്യുക. രണ്ടാമത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് V2 റീറ്റെയിൽ ആണ്. വാല്യൂ റീറ്റെയിൽ അപ്പാരൽ സ്പേസിലുള്ള കമ്പനിയാണ്. ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. നമ്മൾ മനോരമയുടെ സംസാരിച്ചപ്പോഴത്തേന് അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ എന്ന് പറഞ്ഞാൽ 60% മുകളിലുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഗ്രോത്ത് 100% മുകളിലുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് V2 റീറ്റെയിൽ. അവരുടെ 86% ഉണ്ടായിരുന്നു അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. ഈ റീറ്റെയിൽ അപ്പാരൽ സ്പേസിലെ ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ്. നമ്മുടെ ട്രെൻഡ്, സ്റ്റുഡിയോ ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവരെ ബീറ്റ് ചെയ്ത് അതിന് മുകളിൽ പെർഫോം ചെയ്യുന്ന വേറെ കമ്പനിയില്ല. അവർ ഹൈ ഗ്രോത്തിലാണ് ആ ഒരു സ്പേസിൽ അവർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്. അതേപോലെ മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ് ഫ്യൂച്ചറിൽ. ഇതിൽ മൊത്തത്തിൽ അപ്പോൾ അവരൊരു പാൻ ഇന്ത്യ പ്ലെയർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന 3ാമത്തെയും 4ാമത്തെയും കമ്പനി ഒരേ സെക്ടറിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ 2 പേരെ ബിസിനസ് അനാലിസിസ് ചെയ്താണ്. ഒന്ന് ഇപാക് ആണ്, 2 ഇന്റർആർച്ച് ആണ്. രണ്ടും PEB സെക്ടറിൽ നിന്ന് വരുന്ന കമ്പനികളാണ്. ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികളാണ്. ഇപാക് വേണമെങ്കിൽ ഇന്റർആർച്ചിന്റെ ഒരുപാട് മുകളിലാണെന്ന് വേണമെങ്കിൽ പറയാം, സെയിൽസ് ഗ്രോത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇന്റർആർച്ചും അതേപോലെ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്. ഇതിൽ ആരാണോ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ സാധ്യത, അവർ കൂടുതൽ റിട്ടേൺ മേക്ക് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ 3ാമത് ഇപാക്കും 4ാമത് ഇന്റർആർച്ചുമാണ്. നമ്പേഴ്സ് പറയുന്നത് വെറുതെ ഒരു ഓർഡറിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഫസ്റ്റ് വന്നിരിക്കുന്ന ഏറ്റവും ബെറ്റർ കമ്പനി അങ്ങനെയുള്ള രീതിയിലല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇനി 5ാമതായിട്ട് സംസാരിക്കാൻ പോകുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ വിന്റേജ് കോഫിയാണ്. വിന്റേജ് കോഫിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ് അനാലിസിസ് ചെയ്തിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അവർ ക്യാപെക്സ് പുതിയതായിട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ്. അവർ ഇൻസ്റ്റന്റ് കോഫിയാണ് മേക്ക് ചെയ്യുന്നത്. നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. നല്ലൊരു എക്സ്പാൻഷൻ പ്ലാൻ കമ്പനിക്കുണ്ട്. മാനേജ്മെന്റ് പറയുന്ന പോലെ കൃത്യമായിട്ട് അവർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് 6ാമതായിട്ട് പറയാൻ പോകുന്നത് EFC ആണ്. EFCയുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള കമ്പനിയുടെ ബിസിനസ് അനാലിസിസ് ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തിരുന്നത്. സ്മാർട്ട് വർക്ക്സ് എന്ന് പറഞ്ഞ കമ്പനി ഈ സെക്ടറിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് EFC എന്ന് പറയുന്നത്. EFCയുടെ സെയിൽസ് ഗ്രോത്തും 50% മുകളിലുണ്ട്. നേരത്തെ പറഞ്ഞ വിന്റേജ് കോഫിക്കും 90% മുകളിൽ സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. ഇപാക്കിന്റെ ഇന്റർആർച്ചിന്റെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 35-25 ആണ് ഏട്ടർ ഗൈഡൻസ് എന്ന് പറയുന്നത്. അതിന് മുകളിൽ അവർ 2 പേരും പെർഫോം ചെയ്യുന്നുണ്ട്. ഇപാക്ക് 60% മുകളിൽ ഗ്രോ ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ EFC ഈ പറഞ്ഞ പോലെ 50% മുകളിൽ ഗ്രോ ചെയ്യുന്ന കോവർക്കിംഗ് സ്പേസിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടറുമാണ്. അതേപോലെ തന്നെ ഒരു കമ്പനിയാണ്. അവർ കൃത്യമായിട്ട് മാനേജ്മെന്റ് പറയുന്ന പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാറുള്ള നല്ല ഹൈ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയാണ്. എന്തായാലും ഈ ഒരു 6 കമ്പനിയെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ കമ്പനികളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. നമ്മൾ ഇനിയിപ്പോൾ അടുത്ത റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇവരുടെ എല്ലാം റിസൾട്ട് അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അതിനെ ട്രാക്ക് ചെയ്യുക. എന്തായാലും നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഇതിന്റെ 2ാം പാർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.